പിന്നെ നമുക്കതിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഈ പറയുന്ന എ സ്ക്വയർ പ്ലസ് 5a പ്ലസ് 6i ഈക്വൽ ടു സം 0 എന്നോ ഏതെങ്കിലും മെട്രിക്സ് എന്നോ പ്രൂവ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിലൊക്കെ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രിക്സിൻ്റെ ആൾജിബ്ര തെറ്റിക്കുന്ന മിക്കവാറും തെറ്റാൻ ചാൻസ് ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ തെറ്റുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് പോകണം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്നിട്ടുണ്ട് 2 0 1 ആൻഡ് 2 1 3 അതേപോലെ 1 -1 0. എന്നിട്ട് നമുക്ക് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 6i എന്താണ് അതിൻ്റെ വാല്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്നതിൻ്റെ വാല്യൂ കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണണം, എ സ്ക്വയറിനെ കാണണം, എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന് എഴുതി, എന് ഒരു പ്രാവശ്യം കൂടി എഴുതി, ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചിട്ട് പോക്കണം ഉണ്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടത് റോ കോളം മൾട്ടിപ്ലിക്കേഷനാണ്. അത് ഫസ്റ്റ് റോ എടുക്കുന്നു ഉണ്ടോ, ഫസ്റ്റ് കോളം എടുക്കുന്നു. അങ്ങനെയാണ് സമയത്ത് നമുക്ക് ഈ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 2 × 2 എത്രയാണ് 4, 0 × 2 0 ആണ്, 1 × 1 1, 4 + 1 എത്ര കിട്ടുക, നമുക്ക് 5 കിട്ടും. അപ്പോൾ ഇതെല്ലാം അതാണ് 4 + 0 + 1 അങ്ങനെ എഴുതിയിട്ട് നമുക്ക് പോകാം. അതേപോലെ ഫസ്റ്റ് ഈ പറയുന്ന റോ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ പറഞ്ഞ കോളം എടുക്കുന്നു, 2 × 0 കണ്ടോ, 0 × 1 1 × -1 അതാണ് ഈ പറയുന്ന സാധനം എല്ലാം കൂടി ആഡ് ചെയ്താണ് സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത്. തേർഡ് എലമെൻറ്റ് 2 0 1 ഇതാണ് നമ്മുടെ തേർഡ് എലമെൻറ്റ് കിട്ടണമെങ്കിൽ ഈ പറയുന്ന റോ ഉപയോഗിക്കുന്നു, ഈ പറയുന്ന കോളം നമ്മൾ ഉപയോഗിക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കയ്യും കാലൊക്കെ വെച്ച് ചെയ്തുകൂടാ. 2 × 1 + 0 × 3 + 1 × 0 അതാണ് ഈ പറഞ്ഞ സാധനം കിട്ടും. അപ്പോൾ ഫസ്റ്റ് റോ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ട് ഓരോ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് മെട്രിക്സിന് എന്ത് കിട്ടും, നമുക്ക് ഫസ്റ്റ് റോ കിട്ടും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെക്കൻഡ് റോ എടുക്കുന്നു, ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യുന്നു, ഈ റോ എടുക്കുന്നു, അതേപോലെ ഈ കോളം എടുക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ എലമെൻറ്റ് അവിടെ കിട്ടും. അതേപോലെ സെക്കൻഡ് ഈ പറയുന്ന റോ എടുക്കുന്നു, ഈ പറയുന്ന കോളം എടുക്കുന്നു, കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ പറയുന്ന എലമെൻറ്റ് കിട്ടും. അതേപോലെ വീണ്ടും നമ്മൾ ഈ പറയുന്ന റോ എടുക്കുന്നു, തേർഡ് കോളം എടുക്കുന്നു, നമുക്ക് ഈ പറയുന്ന എലമെൻറ്റ് നമുക്കവിടെ കിട്ടും. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു റോയും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് റോ എടുക്കുന്നത്, ഇതാണ് കോളം എടുക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്ത് കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ എലമെൻറ്റ് കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ, അതാണ് തെറ്റാൻ ചാൻസ് കൂടുതൽ. അതേപോലെ ഈ റോ എടുക്കുന്നു, അതേപോലെ ഈ കോളം എടുക്കുന്നു, കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ പറയുന്ന എലമെൻറ്റ് അവിടെ കിട്ടും. അത് ലാസ്റ്റ് ഈ പറയുന്ന റോ എടുക്കുന്നു, ഈ പറയുന്ന കോളം എടുക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ എലമെൻറ്റ് കിട്ടുന്നു. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എ സ്ക്വയറിനെ കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് എ സ്ക്വയറിനെ അത് നമ്മൾ കണ്ടുപിടിക്കും. ഇത് നമുക്ക് 5a കണ്ടുപിടിക്കും. 5a എന്ന് പറഞ്ഞാൽ ഈ തന്ന മെട്രിക്സിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 × 2 എത്രയാണ് 10, 5 × 0 എന്താണ് 0, 5 × 1 1, ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വീണ്ടും സെക്കൻഡ് 5 × 2 10 കിട്ടി നമുക്ക്. 5 × 1 5 നമുക്കവിടെ കിട്ടി. 5 × 3 15 നമുക്ക് കിട്ടി. വീണ്ടും തേർഡ് എലമെൻറ്റ് 5 × 1 ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. 5 × -1 5 × 0 തേർഡ് എലമെൻറ്റ്. ഇപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എലമെൻറ്റ്സ് അവിടെ കിട്ടി. 6i എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ് ഏത് ഓർഡറാണോ അതേ ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ I3 ആണ്. I3 സ്ട്രക്ചർ 1 0 0 0 1 0 ആൻഡ് 0 0 1 ഇതാണ് I3 സ്ട്രക്ചർ നമുക്ക് വരിക. അപ്പോൾ നേരത്തെ പോലെ 6നെ ഈച്ച് ആൻഡ് എവറി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയഗണൽ എലമെൻറ്റ് മാത്രം എന്ത് കിട്ടും, 6 കിട്ടും. ഇവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്, ഇത് 0 ആണ് കേട്ടോ, 30 അല്ല 0 ആണ്. അപ്പോൾ അതൊന്ന് ആ ഒരു കാര്യം കൂടി അതിൽ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ദിസ് ഈസ് ആക്ച്വലി 0. ഓക്കെ, ഇനി ഈ പറയുന്ന എ സ്ക്വയർ മൈനസ് 5a 6i ഒക്കെ നമുക്ക് കിട്ടിയെങ്കിൽ ഇനി നമുക്ക് ഓരോന്ന് എടുക്കാം. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 6i ഇത് നമുക്ക് മുറിച്ച് വേണമെങ്കിൽ ചെയ്യാം. ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് എ സ്ക്വയർ മൈനസ് 5a കണ്ടിട്ട് 6iനോട് നമുക്ക് ആഡ് ചെയ്യാം. ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. 5 - 10 -5 + 6 നമുക്ക് എത്ര കിട്ടും, 1 കിട്ടും. ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ എലമെൻറ്റും -1 -0 -1 + 0 നമുക്ക് എത്ര കിട്ടും, -1 കിട്ടും. ഇങ്ങനെ നമുക്ക് ഓരോ എലമെൻറ്റും 2 - 5 2 - 5 -3 ഇപ്പോൾ -3 നമുക്ക് കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഡീഷൻ ചെയ്യുന്ന രീതി ഓർമ്മ വരിക, മൾട്ടിപ്ലൈ ചെയ്യേണ്ട രീതി കുറച്ച് വ്യത്യാസമുണ്ട്, മനസ്സിലാക്കുക. അഡീഷനും സബ്ട്രാക്ഷനും ഒരേ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്ത് ചെയ്താൽ മതി. പക്ഷേ മൾട്ടിപ്ലൈ ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ചില ആൾക്കാരൊക്കെ അതൊക്കെ മറന്നിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ പിന്നെ എന്താണ് ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കാണാം. അതൊക്കെ ഒഴിവാക്കുക. ഇത് 2 എ സ്ക്വയറിൽ നിന്ന് 5a മൈനസ് ചെയ്തിട്ട് 6iനോട് ആഡ് ചെയ്യുന്നുണ്ട്. ഫുൾ മൈനസ് ആൻഡ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെ ഓരോ എലമെൻറ്റും നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് അവസാന എലമെൻറ്റ് കിട്ടും.
കിട്ടിയല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റൈൽ ക്വസ്റ്റ്യനാണ്. ഇനി ഇതിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. എ എന്ന് പറയുന്ന നമുക്കൊരു മാട്രിക്സ് തരും. ഇതിൻ്റെ മാട്രിക്സിനെ ഇതിൻ്റെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെ ഫോമിലേക്ക് എഴുതും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. എ എന്നുള്ള മാട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? 1/2 A പ്ലസ് എ ഡാഷ് 1/2 A പ്ലസ് എ ഡാഷ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ഡാഷ് എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റണം. അതിൽ ഈ പറയുന്ന ഫസ്റ്റ് മാട്രിക്സ്, ഈ പറയുന്ന മാട്രിക്സ് എന്തായിരിക്കും? ഇത് സിമെട്രിക് ആയിരിക്കും. ദിസ് ഈസ് എ സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും. ഈ തന്ന മാട്രിക്സ് എന്ത് മാട്രിക്സ് ആയിരിക്കും? ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഈ ഫോമിലേക്ക് എഴുതി വെക്കുക. അത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനിൽ പെട്ട ഒരു ഏരിയയാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ 2/2 ചോദിക്കാറുണ്ട്, 3/3 കൂടുതൽ ചോദിക്കാറുണ്ട്. കാരണം 3/3 കുറച്ച് കൂടുതൽ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ തന്ന മെട്രിക്സിനെ നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മൾ എ എന്ന് എഴുതി. തന്ന മെട്രിക്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ എന്നാണ്. അപ്പോൾ നമ്മൾ A = എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കുക. ആദ്യം ചെയ്യേണ്ടത് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ ആദ്യം നിങ്ങൾ എ എന്ന് എഴുതണം. ഓക്കെ, പിന്നെ നമ്മൾ എ ഡാഷ് എഴുതി വെക്കണം. പിന്നെ നമ്മൾ എ പ്ലസ് എ ഡാഷ് എഴുതി വെക്കണം. സ്റ്റെപ്പ് ശരിക്കും നോക്കണേ. അതിന് ശേഷം 1/2 A പ്ലസ് എ ഡാഷിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു പി വിളിക്കുക. അങ്ങനെ പി എന്തായിരിക്കണം? അപ്പോൾ ഷോ ദാറ്റ് പി എന്ന് പറയുന്നത് എന്ത് മെട്രിക്സ് ആണ് പ്രയോഗിക്കണം? സിമെട്രിക് ആണ് പ്രയോഗിക്കണം. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ, എങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ എൻ്റെ കാര്യം, സിമെട്രിക്കിൻ്റെ കാര്യം. ഇനി നമുക്ക് വീണ്ടും അവിടുന്ന് എ മൈനസ് എ ഡാഷിനെ കണ്ടുപിടിക്കണം. അതേപോലെ 1/2 A മൈനസ് എ ഡാഷിനെ കണ്ടുപിടിച്ച ശേഷം അതിനെന്ത് വിളിക്കുക? ഒരു ക്യൂ നിങ്ങൾ വിളിക്കുക. എന്നിട്ട് ക്യൂ എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് ആണ് എന്ന് പ്രയോഗിക്കണം. സ്ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണ് പ്രയോഗിക്കണം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുന്നു. എന്നിട്ട് നമ്മൾ പിയും ക്യൂ എടുത്തിട്ട് പിയും ക്യൂവും ആഡ് ചെയ്യും. ആ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ കിട്ടുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ കഴിയും. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ പ്രൊസീജിയർ. കിട്ടിയല്ലോ? അപ്പോൾ ആദ്യം എ ഉണ്ട്, എ ഡാഷിന് എഴുതണം. പിന്നെ എന്ത് എഴുതണം? എ പ്ലസ് എ ഡാഷ് എഴുതണം. അപ്പോൾ ഈ പ്രൊസീജിയറിൽ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഓൾറെഡി എ ഇവിടെയുണ്ട്, കണ്ടല്ലോ. എ നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് എ ഡാഷ് ഉണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് എ പ്ലസ് എ ഡാഷിനെ നമുക്ക് എഴുതി വെക്കാൻ പോകണം. വാട്ട് ഈസ് എ പ്ലസ് എ ഡാഷ്? എ പ്ലസ് എ ഡാഷിനെ നമുക്ക് എഴുതി വെക്കുന്നത്. അപ്പം എയും എ ഡാഷും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ തെറ്റും തോന്നുന്ന ആൾക്കാർ ചെയ്യേണ്ടത് ആ എയും എ ഡാഷും ഒക്കെ ഒന്ന് വെറുതെ എഴുതി വെക്കുക. 2 - 2 4 അല്ല, അത് ഒരുമിച്ച് അവിടെ എഴുതി വെക്കുക. അത് രണ്ടാമത്തത് -1 3 and 4 അവിടെ എഴുതി വെക്കുന്നു. ആൻഡ് 1 - 2 - 3. ഓക്കെ, 1 - 2 - 3. ഇതാണ് നമ്മൾ എ എന്നുള്ള മെട്രിക്സ്. അതേപോലെ എ ഡാഷ് അല്ല, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. അപ്പോൾ അതും നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ 2 - 1 1. ഓക്കെ, അപ്പോൾ -2 3 -2. അതേപോലെ -4 4 -3. എ ഡാഷ് എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങളിത് രണ്ടും കൂടി എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ആഡ് ചെയ്ത് നോക്കുക. സാധാരണ പോലെ ആഡ് ചെയ്തപ്പോൾ തന്നെയാണല്ലോ. ഇപ്പോൾ 2 + 2 എത്രയാണ്? 4. കിട്ടിയല്ലോ? 2 + -1 -2 + -1 ഇപ്പോൾ എത്ര കിട്ടി? നമുക്ക് -3 കിട്ടി. ഓക്കെ, -4 + -1 നമുക്ക് എത്ര കിട്ടി? -3 കിട്ടി. ഓക്കെ, അത് വീണ്ടും -1 + -2 നമുക്ക് എത്ര കിട്ടി? -3 കിട്ടി. 3 + 3 നമുക്ക് എത്ര കിട്ടി? നമുക്ക് 4. 3 + നമുക്ക് 6 കിട്ടി. 6 കിട്ടി. ആൻഡ് 4 + -2 എത്ര കിട്ടി? നമുക്ക് 2 കിട്ടി. അതുപോലെ 1 + -1 എത്ര കിട്ടി? നമുക്ക് -3 കിട്ടി. -2 + 4 എത്ര കിട്ടി? നമുക്ക് ആൻഡ് 2 കിട്ടി. -3 + -3 എത്ര കിട്ടി? നമുക്ക് -6 കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് പറയുന്നത്? എ പ്ലസ് എ ഡാഷ്. അപ്പോൾ ഞാൻ ഇവിടെ സൈഡിൽ ചെയ്ത ആ ഒരു ഐഡിയ വർക്കുകൾ മറന്നുപോയത്. ഇതാണ് നമ്മൾ ടോട്ടൽ പ്രോബ്ലത്തിൻ്റെ സ്ട്രക്ചർ സൈഡിലേക്ക് കാണിച്ചു എന്നുള്ളൂ. ഇതാണ് നമ്മൾ ഐഡിയ. ഈ പറയുന്ന രീതിയിലേക്ക് അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബ്ലം ആയിട്ട് മാറി. അപ്പോൾ നമ്മളിപ്പോൾ എ ഉണ്ട്, അപ്പോൾ എ ഡാഷ് ഉണ്ട്. അപ്പോൾ നമ്മൾ എ കണ്ടുപിടിച്ചു, എ ഡാഷ് കണ്ടുപിടിച്ചു, എ പ്ലസ് എ ഡാഷ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എ പ്ലസ് എ ഡാഷിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? പി എന്ന് വിളിക്കുന്നു. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി എലിമെൻറ്റ് നമുക്ക് 1/2 മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നമുക്ക് സിമെട്രിക്കാന്ന് പ്രയോഗിക്കാം. ഇങ്ങനെ ഒരു മെട്രിക്സ് സിമെട്രിക്കാന്ന് എ എന്നുള്ള മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ എ ഡാഷ് എന്ത് കിട്ടണം? എ കിട്ടണം. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള മെട്രിക്സ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സിമെട്രിക്കാന്ന് വിളിക്കാൻ പറ്റും. ഇതാണ് സിമെട്രിക്കിൻ്റെ ഐഡിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വേണ്ടത് ഈ തന്നിരിക്കുന്ന പി എന്നുള്ള മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ പി ഡാഷ് എന്ന് വെച്ചാൽ പി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിയുടെ
ട്രാൻസ്പോസാണ്. അപ്പോൾ ആ പിയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് പി. ഇപ്പോൾ പിയുടെ ട്രാൻസ്പോസ് ഈ റോ പിടിച്ചിട്ട് ഇതിനെ കോളമാക്കുന്നു, അതേപോലെ ഈ റോനെ പിടിച്ചിട്ട് ഈ കോളമാക്കുന്നു, ഈ തേർഡ് റോ പിടിച്ചിട്ട് അതിനെ കോളമാക്കി മാറ്റുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് മെട്രിക്സ് തന്നെയാണ് പി എന്നുള്ള മെട്രിക്സ് തന്നെയാണ്. അതോടുകൂടി നമുക്ക് മനസ്സിലായി പി എന്നുള്ള മെട്രിക്സ് എന്തായി സിമെട്രിക്കാണെന്ന് മനസ്സിലായി. ഇതാണ് എൻ്റെ ആക്ച്വൽ രീതി. പല ആൾക്കാരും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് എ പ്ലസ് എ ഡാഷ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കും, 1/2 കൊണ്ട് എ മൈനസ് എ ഡാഷ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കും, ചുമ്മാ അങ്ങ് ആഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇതിൻ്റെ രീതികളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. എ കണ്ടുപിടിച്ചു, എ ഡാഷ് കണ്ടുപിടിച്ചു, എ പ്ലസ് എ ഡാഷ് കണ്ടുപിടിച്ചു, 1/2 എ പ്ലസ് എ ഡാഷ് കണ്ടുപിടിച്ചു, എന്നിട്ട് അത് സിമെട്രിക്കാണ് പ്രയോഗിച്ചു. അതോടുകൂടി ആ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എ മൈനസ് എ ഡാഷിനെ കണ്ടുപിടിക്കുന്നു. ആസ് യൂഷ്വൽ എ മൈനസ് എ ഡാഷിനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എ മൈനസ് എ ഡാഷ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ എ മൈനസ് എ ഡാഷ് അപ്പോൾ എന് എഴുതണം, നമുക്ക് അതേപോലെ എ ഡാഷിന് എഴുതി വെക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്കൊരു മാട്രിക്സ് കിട്ടും. നേരത്തെ പോലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനെ നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഈ കാണുന്നത്. 1/2 എ മൈനസ് എ ഡാഷ്. അപ്പോൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതവിടെ കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പറയുന്ന ക്യൂ എന്നുള്ള മെട്രിക്സ് എന്ത് പ്രൂവ് ചെയ്യിക്കണം? സ്ക്യൂ സിമെട്രിക് ആണ് പ്രൂവ് ചെയ്യിക്കണം. അപ്പോൾ ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ആ എ എന്നുള്ള മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എ ഡാഷ് എന്ത് എഴുതാൻ പറ്റണം? മൈനസ് എ എഴുതാൻ പറ്റും. എ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എ. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള മെട്രിക്സ് എന്തായിട്ട് മാറും? നമുക്ക് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാം. എ ഡാഷ് എ എന്നുള്ള മെട്രിക്സ് എന്താക്കാം? സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാം. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഈ പറയുന്ന ക്യൂ എന്നുള്ള മെട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ക്യൂ ഡാഷിനെ കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് എഴുതാൻ പറ്റണം? മൈനസ് ക്യൂ എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ആ വർക്കാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യൂ ഡാഷ് എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് കിട്ടി. അപ്പോൾ ഈ മെട്രിക്സിൽ നമ്മുടെ ക്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യൂവിൻ്റെ ഫസ്റ്റ് റോ നോക്ക് 0 -1/2 -5/2 ആണല്ലോ. അപ്പോൾ ഇത് നോക്ക് ആക്ച്വലി നെഗറ്റീവാണ്. അപ്പോൾ മനസ്സിലാവും ഇതൊന്നും ഒരുപാടൊന്നും ചെയ്യാനില്ല. ഒറ്റയടിക്ക് തന്നെ ഈ പറയുന്ന സാധനത്തിൻ്റെ കറക്റ്റ് നെഗറ്റീവാണ് ഇവിടെ വരുന്നത്, പറഞ്ഞ സാധനം വരുന്നത്. അതുകൊണ്ട് മനസ്സിലാവും ഈ പറയുന്ന സാധനം ക്യൂവിൻ്റെ എന്താണ്? നെഗറ്റീവാണ്. അതോടുകൂടി ക്യൂ എന്തായിട്ട് മാറി? സ്ക്യൂ സിമെട്രിക്കായി. ഇനി ജസ്റ്റ് നമ്മൾ പിയും ക്യൂ കിട്ടിയ പിയും ക്യൂ എടുക്കുന്നു, അത് നമ്മൾ എഴുതി വെക്കുന്നു, ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യും. അപ്പോൾ ഇതിനൊന്നും ഒരുപാട് സമയം കളയാനില്ല. നമ്മൾ ഈ പറയുന്ന ടെക്നിക്ക് കൂടി മനസ്സിലാക്കുക. ഈ പിയും ക്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ജസ്റ്റ് പിയും ക്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം നിങ്ങൾ ഈ ജസ്റ്റ് 2 മെട്രിക്സ് എഴുതി വെച്ചിട്ട് ആ എനെ തെറ്റാണ്ട് അങ്ങനെ എഴുതി വെച്ചാൽ മതി. പിന്നെ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ തെറ്റിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന സാധനത്തിന് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും എന്ത് കിട്ടില്ല? എൻ്റെ സെക്കൻഡ് എലിമെൻറ്റ് കിട്ടില്ല. അതുകൊണ്ട് പിയും ക്യൂവും കറക്റ്റ് ആണെങ്കിൽ ഈ പിയും ക്യൂവും എഴുതിയതിന് ശേഷം ഒറ്റയടിക്ക് അങ്ങോട്ട് എഴുതുക, ആഡ് ചെയ്ത് കുളമാക്കരുത്. അതോടുകൂടി നമുക്ക് എന്തായിട്ട് മാറും? എൻ്റെ ആൻസറായിട്ട് മാറും. അപ്പോൾ ഈ എ തന്നെ കിട്ടണം എന്ന് പ്രത്യേകം ആലോചിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റേജ്, ആ ഒരു സ്റ്റെപ്സ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. എ കണ്ടുപിടിക്കുക, ഈ പ്രോബ്ലം വീണ്ടും ഒന്നുകൂടി ചെയ്ത് നോക്കുക. എ ഡാഷ് കണ്ടുപിടിക്കുക, എ പ്ലസ് എ ഡാഷ് കണ്ടുപിടിക്കുക, 1/2 മൾട്ടിപ്ലൈ ചെയ്യുന്നു പി എന്ന് വിളിക്കുക, പി സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, വീണ്ടും എ മൈനസ് എ ഡാഷ് കണ്ടുപിടിക്കുക, 1/2 മൾട്ടിപ്ലൈ ചെയ്യുക, അതിന് ക്യൂ എന്ന് വിളിക്കുക, എന്നിട്ട് ആ സ്ക്യൂ സിമെട്രിക് ആണ് പ്രൂവ് ചെയ്യുക. അതിന് ശേഷം പിയും ക്യൂവും തമ്മിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതോടുകൂടി കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാണ് ആക്ച്വലി മെട്രിക്സ് എന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ. അപ്പോൾ ഇത് പെന്നും പേപ്പർ എടുത്തിട്ട് ഒറ്റയ്ക്ക് എഴുതി നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി